അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബാക്ക് ക്യാമറയാണ് വെച്ചേക്കുന്നത്. അതിനകത്ത് ഞാൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ രാവിലത്തെ അത്യാവശ്യത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് തേങ്ങ അരയ്ക്കണം. അതായത് ഞാൻ ഈ ഒരു കറി ഞാൻ വെച്ചിട്ടില്ല. മറ്റേ ഇവിടെയൊക്കെ വെക്കുന്നൊരു കറിയാണ് തേങ്ങ അരച്ചുള്ള തക്കാളിക്കറി. അപ്പോൾ ഇന്ന് തക്കാളിക്കറി, വൻപയർ തോരൻ, വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മങ്കട മീൻ കിട്ടിയിട്ടുണ്ട്. മങ്കട എന്ന് പറയുന്നത് അത് വറക്കാം. അണ്ണാണി മുട്ട കൊടുക്കാൻ പോയിട്ട് വന്നു. വന്നു. എൻ്റെ വാഷിംഗ് മെഷീൻ കേടാക്കി. ഒറ്റ സൈഡ് മാത്രം കറങ്ങുന്നു. ഇടയ്ക്ക് അടിച്ചടിച്ച് നിന്ന് പോകുന്നു. വണ്ണമില്ലേ? എന്താ എവിടെ? വള്ളക്കടവിൻ്റെ എവിടോ? അതെവിടെ? ആരുടെ? എട്ടാം ക്ലാസ് തൊട്ട് പറയുന്നത് കുറ്റിയിട്ട് ഇപ്പൊ തള്ളി തുറക്കും. 3 സാധനമാണ് ഇവിടെ കേടായിരിക്കുന്നത്. ഒന്ന് സ്റ്റൗ, അത് ബേണർ ക്ലീൻ ചെയ്തിട്ട് ശരിയാവുന്നില്ല. 2 മിക്സി, 3 വാഷിംഗ് മെഷീൻ. വരുമ്പോൾ എല്ലാം കൂടെ പല വഴിക്കേ വരുന്നത്. മിക്സി വെറുതെ ഇവിടെ ഇങ്ങനെ കിടന്ന് കിരിങ്ങി നിൽക്കുന്നില്ല. കുഞ്ഞാൻ മേളിലുണ്ട്. തുറക്കാൻ പോയിട്ടുണ്ട്. അണ്ണാണിയും കുഞ്ഞാവയും കൂടെ വളമിടാൻ വേണ്ടിയിട്ട് പോവാണേ. നമ്മൾ വേസ്റ്റ് കുഴി ഉണ്ടല്ലോ, അത് നിറച്ച് കോഴിവളം ഉണങ്ങി കിടക്കുക. അത് പല അറയായിട്ടാണ്. പുതിയത് ഒരെണ്ണത്തിലിടുന്നു, നനവുള്ളത്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തോട്ട് വേറെ ഇടുന്നു. എല്ലാം ഇട്ട് വളമാക്കി എടുത്തേക്കുന്ന ഒരു തേങ്ങ പൊതിച്ചാണ്. എന്തോന്നാണ് എനിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരു തേങ്ങ പൊതിച്ചത്. തേങ്ങ പൊതിക്കാനാണ് ഞാൻ സൂപ്പർ സാധനം ഉണ്ടാക്കുന്നത്. സൂപ്പർ ഹിറ്റ് സാധനം. തേങ്ങ പൊതിച്ചാൽ ആലോചിക്കാം. അണ്ണാണ്ട് ആരെങ്കിലും ഉണ്ടോ? സിനിമയ്ക്ക് ഉണ്ടോ തേങ്ങ പൊതിച്ചേരാന്ന്? തേങ്ങ കണ്ടിട. അച്ചാച്ചി അപ്പുറത്തെ വീട്ടിൽ തെങ്ങും ചൂട്ടിന്ന് എടുത്തിട്ടുണ്ട്. ആ 5-6 തേങ്ങയൊക്കെ തീർന്നു. ഞാനിവിടെ പാചകം. അപ്പൊ തേങ്ങയൊക്കെ തീരും. പുട്ടുണ്ടാക്കി വീട്ടിലെ തേങ്ങ തീരത്തേ ഉള്ളൂ. അണ്ണാടി അങ്ങേ വിട്ടുന്ന ചേച്ചി എടുത്തിട്ടുണ്ട് അപ്പുറത്ത്. ഞാൻ തൂത്തിട്ടേക്കുന്നിടത്തോട്ടിട്ട് തേങ്ങ പൊതിക്കല്ല്. തൊണ്ട എന്നിട്ട് അടുപ്പിൻ്റെ അവിടെ കൊണ്ട് വെക്കുകയും വേണം. ചെയ്യൂല. എന്നാലും ജാനുവിനെ കൊണ്ട് അപ്പോൾ രാത്രി 9:30. വല്ലപ്പോഴും നമുക്കൊരു സന്തോഷം കൂടെ ഒക്കെ വേണമല്ലോ. വല്ലപ്പോഴും ഞാനെപ്പോഴും സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ കുറച്ച് കാര്യമില്ല. അതായത് ഈ ജനലൂടെ തുറന്നിട്ട് പിന്നെ എല്ലാവരുടെയും കമൻ്റൊക്കെ കണ്ടു. ഒരുപാട് സന്തോഷം. ഇത് കണ്ടു. ഇത് അറിയുന്നില്ല, അരച്ചിട്ട് വന്ന് ബാക്കി കാര്യം പറയാം. എല്ലാവരുടെയും കമൻ്റൊക്കെ കണ്ടു. ഒരുപാട് സന്തോഷം. അതിൻ്റെ കൂടെ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി ഏത് സിനിമയാണേ? നോബഡിയോ? എൻ്റെ കണ്ണാടി ഒടിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അല്ല, കണ്ണാടി ഒടിഞ്ഞിട്ട് എന്താണെന്നറിയാമോ? നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ആൾക്കാർ വന്നില്ലേ അച്ചാച്ചിയുടെ വെട്ടിക്കാൻ, മെയ് 23-ന്. അന്ന് അവിടെ ഇങ്ങനെ കണ്ണാടി ഇവിടെ തൂക്കിയിട്ടേക്കായിരുന്നു. ചക്ക ഇളക്കിയ കൂട്ടത്തിൽ കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ണാടി താഴെ വീണു. അതിൻ്റെ ഫ്രെയിമിൻ്റെ ഒരു ഇത് ഒടിഞ്ഞു പോയി. പിന്നെ ശരിയാക്കി ഇരിക്കുന്ന കണ്ണാടിയായിരുന്നു. 3 ടിക്കറ്റിനുള്ള മുക്കിയാൻ എൻ്റെ പൈസ ഇല്ലേ? കണ്ണാടി ഞാൻ കിടു പറഞ്ഞാലോ, ഫോട്ടോ ഞാൻ പറ്റിച്ചേ. കിടു എന്നിട്ട് കിടുവിൻ്റെ ഇങ്ങനെ ഏറ്റവും ഇഷ്ടം ആരാ? അണ്ണാടി എന്തെങ്കിലും ഇപ്പോൾ സൈക്കിളും കൊണ്ട് റോഡിൽ കൊണ്ടുപോകണ അണ്ണാണി ഉണ്ടല്ലോ. അപ്പോൾ കിടുവിനോട് ചോദിക്കുമ്പോൾ എൻ്റെ മുന്നേ ചോദിക്കും ഏറ്റവും ഇഷ്ടം ആരോടാ? അച്ഛയോടാന്ന് പറയും. എന്നിട്ട് പതുക്കെ വന്ന് ചെവിയിലിനോട് പറയും പൊട്ടനെ ഞാൻ പറ്റിച്ചതാ, അപ്പേനോടാണ് എനിക്ക് ഇഷ്ടമെന്ന്. അതേ കളിയാ. അങ്ങനെ അണ്ണാണി 3 തേങ്ങ പൊതിച്ചു 2 ദിവസത്തേക്കുള്ളതായി. ഒരു വിധത്തിൽ അരഞ്ഞ് കിട്ടിയപ്പോഴാണ് ഓർത്ത് ജീരകവും കൂടെ നമ്മൾ അരയ്ക്കണമായിരുന്നു. ഇതിൽ ഉള്ളി ചേർക്കുമോ അച്ചാച്ചി? ഈ തക്കാളിക്കറിയിൽ ഉള്ളി ചേർക്കുമോ അച്ചാച്ചി? ഈ കറി ഉണ്ടാക്കുന്നതൊക്കെ അച്ചാച്ചി കേട്ടോ പറഞ്ഞിരുന്നേ. അച്ചാച്ചി തിന്നൊക്കെയുണ്ട്. ഞാൻ ഇങ്ങനെ ചോദിച്ചോണ്ടേ ഇരിക്കും. ഇച്ചിരി ഉള്ളൂ.
ഉണ്ടാക്കുന്നുള്ളൂ. ചേച്ചി കഴിക്കുന്നില്ലേ? ശകലം ജീരകമല്ലേ? ഇന്ന് ഈ കറി കൂട്ടി എല്ലാവരും ഞെട്ടണം. കേരളക്കര ഇന്ന് സ്തംഭിക്കും ഈ കറി കൂട്ടി. എൻ്റെ കുക്കിംഗ് ഒക്കെ പറ്റേ മീനാ ചേച്ചി, മങ്കട. രാവിലെ കിടൂനെയും കൊണ്ട് പോയപ്പോൾ കിടൂനെയും കൊണ്ട് പോയില്ല, എന്നാണ് ഈ അന്നേരം മേടിപ്പിച്ച. അതങ്ങ് കഴിക്കു ചേച്ചി. ഞങ്ങൾക്ക് ഇന്ന് 2 വിരുന്നുകാർ. അച്ചാച്ചി ഇത് തിളക്കണോ? തിളക്കണ്ട, ചൂടായ മതിയോ? എനിക്ക് തേങ്ങ ചിരവത്തില്ല, ഇങ്ങനെ ചിരവയില് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. ഹായ് മഴ മഴ പാചകം ഇനി ഞാൻ പൊളിക്കും. ഇന്ന് അവർ രണ്ടാരും പറമ്പിലായതുകൊണ്ട് ഇനി ഞാൻ പറമ്പിലെ പണി ഒന്നും എടുക്കാൻ വരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ടീൻ്റെ കാര്യമല്ല അവരൊക്കെ നോക്കാൻ പറഞ്ഞു. എന്നെ കൊണ്ട് ഇന്ന് വയ്യ പറഞ്ഞു. മുറ്റടിയും തുണിയലക്കും എല്ലാം അതിൻ്റെ വഴിക്ക്. അയ്യോ വാഷിംഗ് മെഷീൻ. മനോഹരമായ കാര്യം. കഴുകി റെഡിയാക്കി വെച്ചേക്കുന്ന കറിവേപ്പില. ഈ കറി ഞാൻ വെച്ച് ആരും കഴിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടെങ്ങാണ്ടി ഉണ്ടാക്കിയ ഓർമ്മയാണോ പിന്നെ ഓർമ്മയാണോ എന്ന് എനിക്ക് ഓർമ്മ വെക്കുന്നില്ല. അതായത് പ്രത്യേകിച്ചൊരു വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യത്തിലല്ല, സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പാചകം ചെയ്യുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് പാചകം ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഈ പാചകം ചെയ്യുമ്പോൾ തോന്നുന്നത് എന്താ പറയുക, നിങ്ങളെല്ലാവരും ഇങ്ങനെ ലൈവായിട്ട് ഞാനിവിടെ കുക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുവാണെന്ന് തോന്നുന്നു. അവിടെ എന്തോ വഴക്ക് നടക്കുന്നുണ്ടല്ലോ, പട്ടിക്കുഞ്ഞുങ്ങൾ തന്നു. നിങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഉള്ളൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു നോക്കാം ഏതവസ്ഥയിലാണ്. തിളയ്ക്കുമ്പോൾ ശരിയാ പച്ചമുളക് പൊടിക്കി കളയാം. അടച്ചു വെച്ചാൽ ചിലപ്പോൾ ടേസ്റ്റ് കൂടുതലും. ഓ എൻ്റെ പാചകമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. ചില സമയം എനിക്ക് തന്നെ ചിരി വരും. ഞാൻ എന്താ ഇത് മങ്കടയുടെ കുഞ്ഞുങ്ങളെയാണ്, കുഞ്ഞു മക്കൾ വെട്ടി ക്ലീൻ ആക്കിക്കൊണ്ടാവുന്നേക്കുന്നത്. അതുകൊണ്ട് അത്രയും പണി കുറവുണ്ട്. ഇത് വറക്കാൻ വേണ്ടി പരട്ടി വെക്കാം. ഒരു കറിയുടെ ഷേപ്പൊക്കെ ഇല്ലേ. പിന്നെ എന്താ വെച്ചാൽ ഇവരുള്ള കൂട്ടും. കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിപ്പിക്കും. ഞാൻ എല്ലാത്തിനെയും കൊണ്ട്. അമ്മയ്ക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ, ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ കഴിപ്പിക്കും. കിടുവിനെയൊക്കെ ഞാൻ ഭീഷണിപ്പെടുത്തിയാണ് കഴിപ്പിക്കുന്നത്. ഇനി നമ്മൾ കടുക് ഓർത്തങ്ങോട്ട് ഇടുമ്പോൾ നല്ല അടിപൊളി കറിയാവും. പാരമ്പര്യമായിട്ട് പിന്നെ കൈപ്പുണ്യം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അത് തന്നെ, അത് ഈ തക്കാളിക്കറിയുടെ മണം തന്നെ. കിടുവിനും അച്ചാച്ചിക്കും പപ്പടം ഇഷ്ടമാണ്. കുഞ്ഞാവ് പിന്നെ ഇത് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയും ഇതാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് എന്ന്. അവനാകുമ്പോൾ പിന്നെ ഒന്നും പറയില്ല. അന്നാണ് ഈ പറ്റിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ട്. കുഞ്ഞാവിനെ ഇങ്ങനത്തെ ഭക്ഷണ കാര്യത്തിലൊക്കെ പറ്റിക്കാനൊക്കെ എനിക്ക് വിഷമമുണ്ടാന്ന് ഓർത്ത കാര്യം. ഇത് ഈ കാശ്മീരി ചില്ലി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ കാശ്മീരി ചില്ലിയാണ്. ഇത്തവണ അച്ചാച്ചി നട്ടപ്പോൾ കുറേ തൈ ഉണ്ടായി കളിച്ച് നമ്മുടെ ഈ ഇതില്ലേ കാശ്മീരി അല്ല, എന്ത് പിരിയമ്പളം എന്ന് പറയത്തില്ല, എരിവില്ലാത്ത ആ സാധനം കുറേ നമ്മൾ ഉണങ്ങി വെച്ചിട്ടുണ്ടേ. ഇത് കണ്ടിട്ട് വേറെന്തോ പോലെ ഉണ്ട് കണ്ടിട്ട്. കുഴപ്പമില്ല. വളരെ മനോഹരമായ കറിക്ക് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്നു വൻപയർ തോരൻ. പണിക്കാർക്ക് ചായയുമായിട്ട് പോവാമേ. 3 ചായ, 1 എനിക്കാണേ. നമ്മളെ പണിക്കാരെന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ആരെയാ? അണ്ണാണീനെയും കുഞ്ഞാവേനെയും. വേസ്റ്റ് കുഴിയുടെ അടുത്തോട്ടാണ് പോകുന്നത്. പറ്റുവാണെങ്കിൽ ഞാൻ വേസ്റ്റ് കുഴിയും കൂടെ കാണിച്ചു തരാം. ഒരു സന്തോഷമായിക്കോട്ടെ. ആ വെള്ളച്ചാട്ടം കണ്ടിട്ട് കൊതിയാവുന്നു. അവിടെ വരെ ഒന്ന് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ. സമയം കിട്ടുമ്പോൾ പോകും. എൻ്റെ വാഷിംഗ് മെഷീൻ പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് മിക്കവാറും ഇനി അവിടെ തന്നെ പോകേണ്ടി വരും അലക്കാൻ. നേരത്തെയൊക്കെ തോട്ടിലായിരുന്നു ഞങ്ങൾ അലക്കാൻ പൊയ്ക്കൊണ്ടിരുന്നത്.
സമയമുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി അലക്കാം. പക്ഷേ സമയമില്ലെങ്കിൽ വാഷിംഗ് മെഷീൻ തന്നെയാണല്ലേ. മഴയത്ത് ഉണങ്ങിയും കൂടെ കിട്ടണ്ടേ. അമ്മയുടെ പിള്ളേർ ഹലോ വരൂ, ചായ കുടിക്കാം. ഇതാണ് നമ്മുടെ വേസ്റ്റ് കുഴി. കണ്ട നല്ല ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഇതിലാണേ. പിന്നെ അത് കഴിയുമ്പോൾ ഇത് 3 ലെയറാണ്. ഇതാകുമ്പോൾ പട്ടികൾക്കൊക്കെ കയറി കിടക്കുകയും ചെയ്യാം. അവർ ചവിട്ടി തേച്ച ചെളിയാണ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ നല്ല പൊടി വളമായി ഡ്രൈ ആയി. നിൽക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് മണ്ണ് പോലെയായി. അടിയിലേക്ക് നനവുണ്ട്. ആ മേളത്തെ ലെയറാണ് നമ്മൾ കോരിയെടുക്കുന്ന വളം. അടിപൊളി വളം. വേറൊന്നും ഇടുന്നില്ലല്ലോ. കോഴിവെള്ളവും കരിയിലയും. കോഴിവളം കരിയില പിന്നെ എന്തെങ്കിലും ചാകുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള വേറൊന്നും ഇടുന്നില്ലല്ലോ. അല്ലാണ്ടുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ആയിട്ട് അല്ലെങ്കിൽ പൊടിയാത്ത സാധനങ്ങളൊന്നും ഇടാറില്ല. ചായ തരട്ടെ? പറഞ്ഞ ആ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. അടിയിലേക്ക് സ്മെല്ല് കാണാം. അത് നമ്മൾ ഓരോ ലെയർ ഇളക്കി എടുത്താലല്ല അടിയിലൊക്കെ അടിയിലേക്ക് പോകണം. ഇതിനിപ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അടുത്ത് ഇളക്കാൻ റെഡിയാവും. മഴക്കാലം കഴിയുമ്പോഴത്തേക്കും കണ്ടോ നമ്മുടെ പ്രകൃതി രമണീയത കാണിച്ചാൽ. ഇച്ചിരി രമണിയെ കാണിച്ചിട്ട് വരാം. ചായ എടുത്ത് ഓടിയോ ഞാൻ. കണ്ടോ നമ്മുടെ രമണി. ചെറുതായിട്ട് വെള്ളച്ചാട്ടം കാണത്തില്ലേ ഇവിടുന്ന്. കണ്ടോ മഴയൊന്ന് കുറഞ്ഞപ്പോൾ വെള്ളച്ചാട്ടവും കുറഞ്ഞു. അയ്യോ പാവം, ഇതൊന്ന് വീഡിയോ എടുക്കാൻ കഷ്ടമുണ്ട്. കഷ്ടപ്പാട് വളം ഇട്ടിട്ട് വരുന്ന ആ വരവാണ്. അരി തിളയ്ക്കുന്നുണ്ട്. ഹായ്, എന്ത് സുഖം പണിയെടുക്കുന്നതാണ്. പാത്രങ്ങളെല്ലാം മഴയത്തിട്ടേ കേട്ടോ. കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ പട്ടിമാരുടെ ഇവരിലാർക്കാ മരുന്നടിക്കാൻ ഞാൻ അടിച്ചുവിട്. ഞാൻ ഓടിച്ചിട്ട് കൊടുക്കാൻ ഏതെങ്കിലും എടുത്തോ. എല്ലാം മധുരമില്ലാത്ത വേറെ സ്പോട്ട് ഓൺ അടിച്ചോ. ആഹാ ഒരേ താടി. ഏത് ഞാൻ പറ്റിച്ചടാ. സിനിമയ്ക്ക് ടിക്കറ്റ് പറയുന്നല്ലോ. പൊട്ടനെ പറ്റിച്ചത് ഇങ്ങോട്ട് പറയത്തില്ലേ. സിനിമയ്ക്ക് കൊണ്ടുവന്ന് കുറച്ച് 3 തേങ്ങ പൊതിച്ചു വന്ന് ടങ്കടേ. ഞാനിപ്പോൾ പിടിച്ച് കുളിപ്പിച്ചേനെ. ഇത് അടിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കുളിപ്പിക്കരുതല്ലോ. ഞാൻ മുറ്റത്ത് പിടിച്ചതാ കുളിപ്പിച്ചാലോ ഓർത്തത്. ആണോ? എന്താ അച്ഛാ ഞാൻ പറഞ്ഞുതരാവേ. അച്ചാച്ചിയുടെ പശുവും കൂടെ ഒന്ന് പറമ്പ് വിസിറ്റ് ചെയ്യാൻ പോയി. കാട് തിന്ന് തീർക്കും, പിന്നെ വെറുതെ കാട് കളയണ്ടെന്നും പറഞ്ഞുകൊണ്ട് പശുവിനെ കൊണ്ടുപോയി. എത്ര 9 തൈയോ? 9 തൈ. അതെ 9 കിടുവിനെ അവർ തിരിച്ചു. കുഞ്ഞാവേദ പറഞ്ഞു 9 കിടു. അതിൻ്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം. ആ കിടുവിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാവേ. മണിയണ്ണനും കുഞ്ഞാവേരെല്ലാം കൂടെ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മുടെ ഒരു ഓൾ സീസൺ മാവെന്നും പറഞ്ഞ് മേടിച്ച് വെച്ചേരണമുണ്ടായിരുന്നു. ആദ്യ വർഷം കായ്ച്ചു, പിന്നെ കായ്ച്ചിട്ടില്ല. സംഭവം എൻ്റെ ഒരു ഹൈറ്റേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കൊമ്പ് ഇങ്ങനെ പറമ്പിലോട്ട് ഇങ്ങനെ വഴിയിലോട്ട് കിടക്കുക. കുറേ ആയപ്പോൾ ഞാൻ വെട്ടിക്കാൻ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞാ നമുക്കിത് വെട്ടിക്കളയണം. ഇത് കായ്ക്കുന്നുമില്ല, വഴിയിൽ ഇങ്ങനെ വഴി തടഞ്ഞ് നിൽക്കുകയാണ്. മണിയണ്ണനും കുഞ്ഞാവിനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞാ ചോദിച്ചു, മണിയണ്ണ നമുക്കിത് വെട്ടിയാലോ എന്ന് പറഞ്ഞു തരുമ്പോൾ മണിയണ്ണൻ ഇതങ്ങ് വെട്ടി. കുറേ കഴിഞ്ഞ് അച്ചാച്ചി വന്നപ്പോൾ ഉണ്ട് ഇതിങ്ങനെ വെട്ടി അവിടെ കിടക്കുന്നു. എൻ്റെ കിടുമോനെ കിടക്കുന്ന പോലെ എനിക്ക് കണ്ടേക്കുന്നത്. എൻ്റെ കിടുവിനിട്ട് കിട്ടിയ പണി പോലെ തോന്നി. എൻ്റെ കിടുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചാച്ചി ഇവിടെ കിടന്ന് ഭയങ്കര കച്ചറായിരുന്നു, മാവ് വെട്ടിയെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മണിയണ്ണനോട് മണിയൻ പറഞ്ഞു ഞാനല്ല കുഞ്ഞാവെ വെട്ടിയെന്ന് പറഞ്ഞു. മണിയണ്ണൻ ആദ്യം വെട്ടി മണിയണ്ണൻ ആദ്യം വെട്ടി 2ാമത് കുഞ്ഞാവ് വെട്ടി. അത് വെട്ടിക്കളഞ്ഞു. എൻ്റെ അത്രയും ഇല്ലാത്തൊരു മാവായിരുന്നു. അത് കഴിഞ്ഞാണ് അച്ചാച്ചി ഈ പശുവിനെയൊക്കെ ഇപ്പം കൊണ്ട് കെട്ടി 9 ഫ്രൂട്ട്സിൻ്റെ തൈ, അതായത് കാ പിടിച്ച് തുടങ്ങിയ ഫ്രൂട്ട്സ്. ഇത് ഒരെണ്ണം അഴിഞ്ഞു പോയിട്ട് ഫുള്ള് അകത്ത് കെട്ടി. ഇതല്ലാണ്ട് ഒരെണ്ണം അഴിഞ്ഞും പോയി. അഴിഞ്ഞു പോയവൻ എന്തോ ചെയ്തു, അച്ചാച്ചിയുടെ പടയപ്പം ഓടി നടന്നു ഇതെല്ലാം അങ്ങ് തിന്നു. ചെന്നിട്ട് അച്ചാച്ചി ചെയ്ത ബുദ്ധി അപ്പം അച്ചാച്ചിക്ക് ടെൻഷനായി. അച്ചാച്ചിക്ക് അപ്പോൾ ഇവരെല്ലാം എന്നിട്ട് കുഞ്ഞാവിടെ അടുത്തൊക്കെ വന്ന് പറയുമ്പോൾ കുഞ്ഞാ പറഞ്ഞു അച്ചാച്ചി തയ്യല്ല 9 കിടു. അന്ന് മാവ് 1 കിടുവല്ലേ, ഇത് 9 കിടു. അതൊക്കെ എന്നിട്ട് അച്ചാച്ചി എന്ത് ചെയ്തു, ചിലത് തെളിവില്ലാതിരിക്കാൻ പിഴുതു കളഞ്ഞു. എണ്ണ അറിയാലോ നമുക്ക്. അച്ചാച്ചി പിഴുതു കളഞ്ഞിട്ടൊന്നും അറിയാത്തോലെ നിന്ന്. കാരണം കിളി. എന്നിട്ട് ഇപ്പം നോക്കിയപ്പോൾ അപ്പം അച്ചാച്ചി പറഞ്ഞു പറയുമ്പോൾ അത് മോനെ ഒന്ന് വെട്ടിവിടാൻ സമയമായി. അതുങ്ങൾ തിന്നു കഴിയുമ്പോൾ അത് പൊട്ടിക്കളിക്കുമല്ലോ, അത് കിളുത്തോളുമല്ലോ. പുലോസാനേ ഉള്ളു പിഴുത് കളഞ്ഞു. ബാക്കിയെല്ലാം ഇപ്പോൾ പൊട്ടിക്കളിച്ചു. മഴയപ്പോൾ നല്ലോണം പൊട്ടിക്കളിച്ചു. അത് ഇടയ്ക്കിടയ്ക്കുള്ളതാണ്. അച്ചാച്ചിക്ക് ഇങ്ങനെ അച്ചാച്ചിയുടെ പശുക്കളും കൂടെ ടീംസ് എല്ലാം കൂടെ ഇറങ്ങി കഴിയുമ്പോൾ ഇടയ്ക്ക് ഈ ഒരു പരിപാടി ഉള്ളതാണ്.
ഇവിടെ ദിവസവും എന്തെല്ലാം ചരിത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നറിയോ? മറ്റൊരു ചരിത്രം ഇന്നലെ പരീക്ഷയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? അവിടെ ഒരു 5 കിടു ഇരിപ്പുണ്ട്, അതും കൂടി കാണിക്കും. 5 കിടുവിനെ നട്ടിട്ടില്ല നടണം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഏത് തൈ ഉണ്ടെങ്കിലും ഞങ്ങൾ കിടുന്നേ പറയാറുള്ളൂ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു പറ. ഇപ്പൊ ജർമ്മനൊക്കെ പറയാറുള്ളൂ. മുട്ട തിന്നാൻ വന്ന് മേത്ത് വെള്ളം വീണാലോ. ഹലോ ഹലോ എന്താ വിളിച്ചിരിക്കുന്നത്? മരുന്നടിച്ചതിൻ്റെ വിഷമം തോന്നുന്നു. ആ മുറ്റത്തിറങ്ങി വന്നായിരുന്നു. ഉമ്മച്ച പേടിപ്പിക്കുന്നുണ്ടോ? ഉമ്മച്ചനങ്ങ് എന്തോ ജയിച്ച പോലെ ഇതുങ്ങളൊക്കെ ഇട്ട് പിടിക്കുന്നത്. കടിയൊന്നും കൊള്ളുന്നില്ല. ഉമ്മച്ചനെ വല്ലില്ലല്ലോ, ചെറിയ വല്ലല്ലേ. ഇതുങ്ങൾ അലേറി വിളിക്കും ഉമ്മച്ചനെ കാണുമ്പോൾ തന്നെ. ആ എനിക്കിപ്പോൾ ഇതാ ഓർമ്മ വരുന്നത്. എന്താടാ ദാസ ഈ ബുദ്ധി? നമുക്ക് നേരത്തെ ദാസനും വിജയനുമാ. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് മാവ് ഇച്ചിരി ഉള്ളിലേക്ക് കയറ്റി വെച്ചാല് നമുക്ക് മാവ് ഈ കൂടിന്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ കൂട് സെറ്റ്. മറ്റേ ഇന്നസെന്റ് വരത്തില്ലേ, പൂരം പാറമേക്കാവിൽ അതിലും നമുക്ക് ഇവിടെ ഈ മിറ്റത്തല്ല ഗ്രോട്ടോടുകൊണ്ട് ഗ്രോട്ടൻ അങ്ങോട്ട് പൊങ്ങി വരുന്ന രീതി അല്ല, അവിടെ നിന്ന് പൊങ്ങി വരുന്ന രീതിയിൽ കമ്പോസ്റ്റ് ആഴ്ച കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പഴാണെങ്കിൽ കൊള്ളാം. കയറി വരുന്ന അയ്യാടാ ഡോളറല്ല, ഇന്ത്യൻ റുപ്പീസ്. എൻ്റെ അണ്ണാണിയുടെ കഷ്ടപ്പാട്. അണ്ണാൻ്റെ ഡേ ഇൻ മൈ ലൈഫാണേ. രാവിലെ എണീക്കുന്നു, രാവിലെ 7:30 കിടുവ്. ഇതൊക്കെ അച്ചാച്ചയുടെ പശു തിന്ന് വെളുപ്പിച്ചതാണേ. സംഭവം അവർ നല്ല ക്ലീനാക്കി, കൂട്ടത്തിൽ കുറേ തൈകളും അങ്ങ് ക്ലീനാക്കി. കറിവേപ്പ് വളവിടുന്നില്ലേ? ആ ഇതൊക്കെയാണോ ചേച്ചിയുടെ പശു ചെയ്ത ഈ പ്ലാവ് കണ്ടോ? ഇതൊരു പ്ലാവാകുന്നു. 2 ഇലയുണ്ട്. ഈ ഇല വെച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ പ്ലാവൊക്കെ അതുങ്ങൾ തിന്നതാ. എന്തുദ്ദേശിച്ചാണ് അച്ചാച്ചി ഇതിങ്ങനെ ചെയ്തതെന്നുള്ള? നമ്മുടെ ടാങ്ക് ഇരിക്കുന്നുണ്ടോ തട്ടുമ്പുറത്ത്? ഈ പറമ്പ് നിറയെ ഫ്രൂട്ട്സ് കേട്ടോ. ഒരു 5-6 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, 5-6 വർഷം വേണ്ട, ഇങ്ങനെ നടന്ന് പഴങ്ങൾ പറിച്ച് തിന്നാം. എന്തിനാ? പഴുത്ത് കഴിയുമ്പോഴേ ഞങ്ങൾ പറയാറുള്ളൂ. ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ടാകുന്ന ഒരു നാരകമാണ്. മേലൊരു കാവൽമാടം കാണിച്ചു തരട്ടെ. കണ്ട, ഇതിനകത്തൊരു ചേട്ടൻ കിടക്കാൻ പോകുന്നുണ്ട് ഇന്ന് രാത്രി. ഒത്തിരി പൊക്കത്തിലാട്ടോ അത്. ആ ഇനി വന്നോ? നമ്മുടെ മധുരക്കിഴങ്ങ് അതൊക്കെ ചായം പിടിച്ച് കേട്ടോ. അങ്ങനെ നിന്നോണ്ടാണ് സർവ്വസുഗന്ധി. ഇതാണ് സർവ്വസുഗന്ധി. ഒരെണ്ണം കൊണ്ടുപോയിന്ന് വൈകിട്ടൊരു കറി വെക്കുക. അമ്മോ, ഈ ചാക്ക് വേണ്ടേ? ഇതിൻ്റെ ഒരു മണമുണ്ടല്ലോ, സർവ്വസുഗന്ധി. ഏതൊരു നോൺ വെജ് കറികളിലിട്ടാലും ആ കറിയുടെ ഒരു ടേസ്റ്റ്. നമുക്ക് കൊണ്ടുപോയിട്ട് കടലക്കറിയിലിടാം നാളെ രാവിലെ. എനിക്ക് കുറ്റിയടിക്കുന്ന കണ്ടാൽ അറിയാം. വേണ്ട മോനെ, എനിക്ക് വീട്ടിൽ പണിയുണ്ട്, ഞാൻ പോട്ടെ. ഞാൻ ഈ പറമ്പോഴി നടന്നാലേ. ഇന്ന് ഞാനൊരു ദൃഢപ്രതിജ്ഞ എടുത്താ, ഇന്ന് പറമ്പിലെ പണി ഞാൻ ചെയ്യൂല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ജാനനെയും കൊണ്ട് ആശുപത്രി കുഞ്ഞാവ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടി വരും. അല്ല ഇന്ന് അളിയനും കൂടെ ചെയ്യട്ടെ. കുട്ടുവോ നാരകമേ? ഇത് നിറച്ചില ഉണ്ടായിരുന്നൊരു അഭിയുമായിരുന്നു. ഇത് അച്ചാച്ചനെ പോത്തെണീറ്റ് നിന്ന് തിന്നതാണ്. ആഹാ, ഇത് മണത്തിട്ട് പറയണ്ടെന്ന് കൈ തരത്തില്ല. മറ്റേത് സർവ്വസുഗന്ധി. ആ വലുതായി. ഇനി കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഇതിൻ്റെ ഇലയിട്ടാ നല്ലത്. അത് പറഞ്ഞപ്പോൾ അടുത്ത കുഞ്ഞ ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കി തവണ മറന്നിരിക്കുമായിരുന്നു. നല്ല വേസ്റ്റ് പൊടി കേട്ടോ, ഒരു സ്മെല്ലും ഇല്ല. ജോർജ് കുട്ടി കുഴിച്ചു മൂടുന്നുണ്ട്. ശരിയാണല്ലോ, ജോർജ് കുട്ടിക്ക് ഇതുപോലൊരു വേസ്റ്റ് പൊടി ഇല്ലാത്ത കാര്യമായി. അമ്മ എൻ്റെ കറി കാണാൻ വന്നിട്ടുണ്ട്.
ചട്ടണി മതി ഒരു കുടിഞ്ഞോട്ട് വെക്കണേ. വേണ്ട എന്തുവാടിയത്? എന്തൊക്കെ ഷോളാണല്ലോ ദൈവമേ. കൊള്ളാൻ നമുക്ക് 500 രൂപ. ഒന്നും അയ്യടാ എന്നാ കറക്റ്റ് അഭിപ്രായം പറഞ്ഞാ ഒരഭിപ്രായം പറയണ്ട. എടീച്ച് ഞാൻ പറയാം. കൊള്ളാനല്ലേ അവിടെ ഉണ്ടാക്കിയത്. ആരും അറിഞ്ഞോണ്ടൊന്നും അഴുക്കാക്കത്തില്ലല്ലോ. അതെ, എൻ്റെ അമ്മയ്ക്കറിയാം. കണ്ടോ ആവി പറക്കുന്ന വർത്തമി നല്ലടി നല്ലല്ലേ? എൻ്റെ അമ്മമ്മയെ പറയത്തില്ല. നല്ലതാ മോളെ. കറി വേണോ? അല്ല അതെന്തോ ചിക്കൻ കറി ചോറിനോട് മുട്ട പൊഴിഞ്ഞത്. അത് രാവിലത്തെ മുട്ട പൊഴിഞ്ഞതാ. ചോറിൻ്റെ കൂടെ മുട്ട പൊഴിഞ്ഞത് വെള്ളം വേണം. വലിയ ഗ്ലാസ് വെക്കണം ഭംഗിക്ക്. വെള്ളമൊക്കെ തരാം. കഴിച്ചോ. വെള്ളം കൊണ്ടോ ആദ്യം? വെള്ളമൊക്കെ ഞാൻ കൊണ്ടുവരാം. ഇതെന്തോ? അതാ ഒഴിച്ചു വരുന്നതാണോ? എനിക്ക് വയ്യ. അറ്റാക്കറിയായിരുന്നു മതി. ഞാനും അണ്ണാടി കുഞ്ഞാവെ കൊണ്ടുവന്ന് കഴിക്കണമെന്ന് വിചാരിച്ചു എല്ലാവരും കൂടെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ പട്ടിക്കൂട് ഇടുന്നു. അതുകൂടെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. നമുക്ക് ചോറ് വേണ്ടേ? നീ ഇവിടെ അമ്മ എണീറ്റ് നിങ്ങളൊരു കുറേ വെള്ളം കൊടുക്കും. അമ്മയ്ക്ക് ചോറ് ഇവിടെ കഞ്ഞി വേണം. ചോറായിട്ട് തടി എന്നും കഞ്ഞി കുടിച്ചങ്ങ് മാടുന്നു. അവിടെ ഇരുന്നു. അപ്പം അമ്മയെ കൂടെ കാണാം. ഇച്ചിരി മതിയാ? എന്നാൽ ഇച്ചിരി തരാം. മീൻ കറി വേണ്ട. മീൻ കറി മീൻ ചാറോ? സോഡിയത്തിന്റെ വെള്ളമൊക്കെ ലെവലായി വരുന്നുണ്ട്. കണ്ട് പിന്നെ എന്നും കൊന്നു ഞാനിപ്പം അയ്യാതിരിക്കുമോ? എന്ത് വേണ്ടത്? ശകലം മതിയോ? മതിയോ? മീൻ ചാറോ? അതെന്തോ ചിക്കൻ കറി വേണോ? തക്കാളിക്കറി ഇച്ചിരി കൂട്ടി നോക്ക്. ഞാൻ പിന്നാത്ത മീൻകറി ഇന്നലെ കൂട്ടിയത് ഞാനൊന്നും കൂട്ടിയില്ല. അമ്മയ്ക്ക് ഒരു പപ്പടം കിട്ടുമോ? വീഡിയോ കൂടെ ദീപ്തി ഉണ്ടാക്കി എനിക്ക് തിരിച്ച് വയ്യ. ചിരിക്കാനൊന്നും ഇന്നോട്ടില്ല. കേക്ക് ടേബിളല്ലേ കഴിക്കണ്ട, ഇങ്ങോട്ട് മാറ്റി വീഡിയോ എടുക്ക. നിങ്ങൾ ഞെട്ടും. ടേബിൾ നോക്കണേ. മീൻ വറുത്തത്, പയർ തോരൻ, തക്കാളിക്കറി. നിനക്ക് തന്നെ അവിടെ കഴിച്ചു പോകുന്നില്ലേ? സ്വന്തമായി ചായ കുടിക്കുന്നതാണ് വേണ്ടിയില്ല. കിടുവിനെ കൂടെ ഓർമ്മയോ? കിടുവ് അടിപൊളിയല്ലേ? എന്നാ കണ്ടേ അവക്കടെ കണ്ടോണ്ടിരിക്കണോ? അതായത് അണ്ണാണിക്ക് മഴവെള്ളം തലയെ വീണിട്ട് തലയ്ക്ക് പിടിച്ച് കിറിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട്. എൻ്റെ അമ്മയെ കാണിച്ചു തരാം. കണ്ടോ? ചൂടുവെള്ളം വെച്ചമ്മ ഇപ്പം കൊണ്ടുതരാം. കണ്ട, ഞാൻ അമ്മയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് വെക്കുന്ന സാധനങ്ങളായില്ല. ഉപ്പ് സാധനം എല്ലാം അമ്മയുടെ ഒന്ന് നിർത്താണി. അല്ല കഴിഞ്ഞ് ഇനി തൊട്ടാണ് ശാലിനി ചേച്ചി കേട്ടാമോ? ഞാൻ വീഡിയോ എടുക്കാതെ പറയാം. ശാലിനി ചേച്ചി ഉണ്ടാക്കിയതാ എല്ലാ ദിവസവും കഴിക്കുന്നതെന്ന്. കേട്ടമ്മോ? ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയ പണ്ണാണി അറിയാം എല്ലാ ദിവസവും ശാലിനി ചേച്ചി ഉണ്ടാക്കുന്ന കഴിക്കുന്നതെന്ന്. ശാലിനി ചേച്ചി എത്ര ദിവസം മുന്നേ വന്നത്. അപ്പം ഇന്ന് തൊട്ടാണ് ഇനി ശാലിനി ചേച്ചി ഉണ്ടാക്കുന്നത് കഴിക്കൂ. ഇപ്പൊ കഴിച്ചത് കഴിച്ച് അത്താഴത്തിന് വരുമല്ലോ, എന്താ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചോണ്ട് അപ്പനും വരും മോനും വരും. അണ്ണാണിയും ചോദിക്കും ഇന്ന് എന്തുവാ സ്പെഷ്യല്. കിടുമെന്ന് ചോദിക്കും അപ്പേ വൈകിട്ട് എന്താ കഴിക്കാനെന്ന്. അവനെ ഞാൻ വെറുതെ വിടും. ഇന്ന് വൈകിട്ട് അണ്ണാണി ഇന്ന് മണിയണ്ണൻ്റെ വീട്ടിൽ പോയി ശാലിനി ചേച്ചിയുടെ അടുത്തൊന്ന് കഴിച്ചാൽ മതി.
അതൊന്നും വീഡിയോ ഒന്നുമില്ല, അതൊക്കെ സ്പെഷ്യലാണ്. 5-6 പാത്രമുണ്ട് കിലോ കൊണ്ടുപോകുന്നത്. അത് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും കൊച്ചു കൊച്ചിന് ഇങ്ങനെ ഇത്ര കൊടുക്കും. കട്ട് ചെയ്ത് തരണോ? അവൻ കഴിക്കും, അവന് ഇഷ്ടമുള്ളല്ലോ. ചിക്കൻ 1 നട്ട്സും ബദാമും പംകിൻ സീഡും 4-5 പാത്രം കൂടെ കൊണ്ടുപോകുന്നത്. അമ്മയ്ക്ക് ഈ സാധനം കാണിച്ചു. അമ്മ ഇത് മണത്തിട്ട് പറയണേ എന്തുവാണ്. സോഡിയം ലെവലായിട്ടില്ല. മാവിന്റെ അല്ലേ എന്ത് സർവ്വസുഗന്ധിയാണ്. അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നില്ല ഇത് മണത്തിട്ടുണ്ടല്ലേ. അപ്പൊ ശകലം കൂടെ ശരിയാവാറുണ്ട്. ഞാൻ അതല്ലേ പറഞ്ഞപ്പം നല്ലതാണ്. വളവിടാൻ പോയല്ലോ. അതിന്റെ പുറകെ പോയ രണ്ടും കൂടില്ലേ? രണ്ടും വേണ്ട. ഒന്ന് നമ്മുടെ ക്യാബിനറ്റ് ഐറ്റംസ് കഴിച്ചു അച്ചാച്ചിയുടെ ആൾക്കാർ. ഞാൻ വന്നിട്ട് ചോറിനാണ് ചാവോട്. ഞാനാ നോക്കി സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ചു കുറിയൊക്കെ തൊട്ട് ശുണ്ടരിയായി. അയ്യോ വിദ്ദാം കൊച്ചിന് ഭയങ്കര പിന്നെ ഇത് കുഞ്ഞാട് പറഞ്ഞാൽ മതി. പിന്നെ പഴത്തിന്റെ പഴത്തില് ഉറക്കില്ല. ഭയങ്കര കൊഞ്ചല് കുരുത്തക്കേട്. എന്താ നീ ഇവിടുത്തെ കൊള്ളാവോ? ഈ സൗണ്ടൊക്കെ ഉണ്ടായിരിക്കും. ഇതിന്റെ സൈക്കിളിന്റെ സൗണ്ടോ? സൈക്കിളിന്റെ സൗണ്ട് കോപ്പിറൈറ്റ് ആവും. ശരിയാ. വാ അപ്പം ഇടിക്കുവോ? സ്കൂളിലെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ചോദിച്ചിട്ട്. ക്യാരറ്റ് കഴിച്ചോ വിടൂ? പിന്നെന്തോ കഴിച്ചേ? മുയലോ? മോര് കറിയോ? പിന്നെന്താ കഴിച്ചേ? ഞാൻ വീട്ടിലൂണ് വളരെ സക്സസ്ഫുള്ളി നമ്മുടെ വീട്ടിലൂണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറ്റിയില്ല, ഞാൻ വീട്ടിലൂണ് ഇട്ടായാലും ജീവിക്കും. കൊള്ളാം കേട്ടോ, നല്ല കറി. പ്രശ്നം സമയം 4 മണിയാവാറായി. ഉച്ചകൂടിൻ്റെ സമയം അപ്പോഴാണ്. കുഞ്ഞാവെ നോക്കിയിരിക്കുമായിരുന്നു. അവൻ കുളിക്കുന്നു. ഇപ്പോൾ വരും. ജാനുവിനെ കൊണ്ട് പോകണം. അപ്പം ഞാനിനി ഇപ്പം കഴിച്ച് റെഡിയായില്ലെങ്കിൽ ലേറ്റാവും. അതുകൊണ്ട് കഴിക്കും. മണ്ണിടിച്ചിൽ പോലെ ആ ചോറിനകത്ത് കിടക്കുന്നത് ഞാൻ പരീക്ഷിച്ച കറിയാണ്. കുഞ്ഞാ അത് കറക്റ്റ് ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ തന്നെ വെക്കുന്നത്. നീ ആദ്യമായിട്ട് കഴിക്കുമല്ലേ തക്കാളിക്കറി? അങ്ങനെ തക്കാളി ഇല്ലേ അതിനകത്ത്? കറിയുടെ ഷേപ്പല്ലേ? അപ്പോൾ തക്കാളിക്കറി. ഒരു മീൻ വറുത്തിങ്ങനെ പിന്നെ എന്തായാലും കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കുഞ്ഞാണ്ണാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇത്ര ദിവസം ശാലിനി ചേച്ചി ഉണ്ടാക്കി തന്നാ കഴിച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞോളഞ്ഞാ. അതുകൊണ്ട് ഇന്ന് അണ്ണാണിക്ക് അത്താഴം ഇല്ല വീട്ടിൽ. ഈ കണ്ണിമാങ്ങാച്ചാറെ പറ്റി എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഇല്ലാത്തത് കൊണ്ട് ചോദിച്ചിട്ട് പറയാം. എന്നിട്ട് സൂപ്പർ അച്ചാറാണ്. വയനാട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അയച്ചാണോ അറിയത്തില്ല. വയനാട്ടിൽ നിന്ന് നമുക്ക് വന്ന അച്ചാറാട്ടോ. നല്ല അടിപൊളി കണ്ണിമാങ്ങാച്ചാറ്. എങ്ങനെയുണ്ട്? മറ്റേ വിലോവിന് പറഞ്ഞല്ലേ വായി വെക്കാൻ കൊള്ളത്തില്ല, താഴെ പോയിട്ട് വല്ല ബ്രെഡോ ജാമോ തിന്നണമെന്ന്. നമുക്കൊരു വീട്ടിലൂണ് തുടങ്ങിയാലോ? എന്താ നിൻ്റെ അഭിപ്രായം? ആഴ്ച ഒരു ദിവസം മതിയെങ്കിൽ നോക്കാമായിരുന്നു. പൊതിച്ചോറ് തുടങ്ങിയാലോ? എന്താ അച്ചാച്ചി കുറേ ദിവസം കൊണ്ട് എന്നെ പേടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പൊതിച്ചോറ് വിറ്റ് ജീവിക്കുന്നു. എന്നോട് വഴക്കുണ്ടാക്കുന്ന പൊതിച്ചോറ് നല്ല പരിപാടിയാണ് കുറച്ച്. പക്ഷെ അത് ഡെയിലി ചെയ്യുവാണെങ്കിലേ കാര്യമുള്ളൂ.
കണ്ടാ ആസ്വദിച്ച് കഴിക്കുന്ന ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ അറിയാം എൻ്റെ സത്യാവസ്ഥ. നീ കറി കഴിച്ചിട്ടുണ്ടോ അതിന് മുന്നേ? ഇനി നീ കഴിക്കാനും പോകുന്നില്ല, അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. മുളക് പൊടിക്കണോ ഞാൻ? ഒരു പരിപാടി നടന്നില്ല. അവൻ വരുമ്പോഴത്തേക്ക് കഴിച്ച് റെഡിയായിട്ട് പോകാനിരുന്നത് ഞാനാണ്. ഞാനിപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് എൻ്റെ മുഖത്തൊന്നും ഒരു ചിരി. നീ എന്നെ കളി എങ്ങോട്ട് പോയേ? നിനക്ക് ചിരി വരുന്നുണ്ടോ അത് കേട്ടിട്ട്? നല്ല രുചിയാന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ട്. ശരി.